2015 ഏപ്രിൽ 19, സ്ഥലം ചെന്നൈ സിറ്റി. ജോൺ ഫിലോമിനൻ എന്ന ചെറുപ്പക്കാരൻ മൗണ്ട് റോഡിലൂടെ ബൈക്കിൽ വരികയാണ്. അവിടെയുള്ള സ്പെൻസർ മാളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. ചിലപ്പോഴൊക്കെ ധാരാളം സമയം വേണ്ടിവരും ആ ഭാഗം ഒന്ന് കടന്നു കിട്ടുവാനായിട്ട്. പതിവുള്ളതുപോലെ ജോൺ വരുന്ന സമയത്തും അവിടെ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. തന്റെ മുൻപിലായിട്ട് നിരനിരയായിട്ട് കിടക്കുന്ന വാഹനങ്ങൾക്ക് പിന്നിൽ തന്റെ ബൈക്ക് അയാൾ ഒതുക്കി നിർത്തി. ആ സമയത്ത് ജോണിന്റെ സമീപത്തായിട്ട് മറ്റൊരു ബൈക്ക് വന്നു നിന്നു. അതിൽ 2 പേർ ഉണ്ടായിരുന്നു. 2 പേര് ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. ബൈക്ക് വന്നു നിന്ന ആയത്തിൽ പിന്നിലിരുന്ന ആളുടെ കാലം കൂടെ ജോണിന്റെ പൃഷ്ഠഭാഗത്തൊന്ന് സ്പർശിച്ചു. അയാൾ സോറിയും പറഞ്ഞു. ജോൺ അത് കാര്യവുമാക്കിയില്ല. അല്പസമയം കഴിഞ്ഞ ട്രാഫിക് മാറുവാൻ തുടങ്ങി. വാഹനങ്ങൾ മുൻപോട്ടെടുക്കേണ്ട സമയമാണ്. ജോണിന്റെ സമീപത്തായിട്ട് വന്ന ബൈക്കുകാരും ആ തിരക്കിൽ എവിടേക്കോ മറഞ്ഞു. അപ്പോഴാണ് തന്റെ പൃഷ്ഠഭാഗത്ത് ഒരു ചെറിയ വേദന അയാൾക്ക് തോന്നിയത്. എന്തോ ഒരു പ്രാണി കടിച്ചതുപോലെയാണ് അയാൾക്ക് തോന്നിയത്. പക്ഷെ വല്ലാത്ത കട്ടുകഴപ്പും വേദനയുമുണ്ട്. ജോൺ വേഗം റോഡിന്റെ ഒരു ഓരത്തായിട്ട് ബൈക്ക് നിർത്തി. എന്നിട്ട് ഇറങ്ങിയിട്ട് ശരീരം പരിശോധിക്കുവാൻ തുടങ്ങി. പ്രാണിയോ അങ്ങനെ തുടങ്ങി യാതൊരു ജീവിയെയും കാണുവാനില്ല. അപ്പോഴാണ് അയാളുടെ ശരീരമാസകലം വിയർക്കുവാൻ തുടങ്ങിയത്. വല്ലാത്ത ക്ഷീണം, തൊണ്ട വരളുന്നു, കാലുകൾ വേച്ചു പോകുന്നു. അയാൾ മെല്ലെ സ്പെൻസറിന്റെ സമീപത്തുള്ള പ്ലാറ്റ്ഫോമിൽ ഇരുന്നു. സിഗ്നൽ മാറിയതും അവിടെ ഉണ്ടായിരുന്ന വണ്ടികളെല്ലാം കടന്നുപോയി. ജോൺ അപ്പോഴും ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതുവഴിക്ക് നടന്നു വരുന്ന ചില ആളുകൾ അയാളുടെ ഇരിപ്പ് കണ്ടിട്ട് എന്തു പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല, എന്തോ ഒരു പ്രാണി കടിച്ചതാണെന്ന് അയാൾ മറുപടിയും പറഞ്ഞു. ജോണിന് ബൈക്ക് എടുക്കണമെന്നും വീട്ടിലേക്ക് പോകണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ കഴിയുന്നില്ല. അല്പസമയം കഴിഞ്ഞതോടെ അയാളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. ഒരു വശത്തേക്ക് ജോൺ മറിഞ്ഞു വീണു. പിന്നെ അധിക സമയമെടുത്തില്ല. അവിടെ കിടന്ന് അയാൾ മരിച്ചു. വൈകാതെ സ്ഥലത്തെത്തിയ പോലീസ് ജോണിനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. ഡോക്ടർമാരുടെ പരിശോധനയിൽ കാര്യമായിട്ടൊന്നും കണ്ടെത്തുവാനില്ലായിരുന്നു. ഹൃദയം അമിതമായിട്ട് പമ്പ് ചെയ്തു. അതോടെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. അങ്ങനെ അവർ രേഖപ്പെടുത്തി. ജോണിന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് അയാളുടെ ഹിപ്പിന്റെ ഭാഗത്തായിട്ട് ഒരു ചെറിയ വീക്കമുണ്ടായിരുന്നു. എന്നാൽ ഡോക്ടർമാർ അത് കാര്യമായിട്ട് എടുത്തില്ല. ജോണിന്റെ മരണം കഴിഞ്ഞ് ഏകദേശം 1 വർഷം കഴിഞ്ഞു. 2016 ഏപ്രിൽ 4 ചെന്നൈയിലെ ഇഞ്ചംപക്കത്താണ് 41 വയസ്സുള്ള സ്റ്റീഫനും അയാളുടെ ഭാര്യയും താമസിച്ചു വരുന്നത്. അന്നേ ദിവസം സ്റ്റീഫനും ഭാര്യയ്ക്കും അവരുടെ സ്വന്തം നാട്ടിലേക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി പോകേണ്ടി വന്നു. നാട്ടിലെത്തി അവിടെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്നപ്പോൾ അവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. അവരുടെ വീടിന്റെ കതക് ആരോ തല്ലി പൊളിച്ചിട്ടിരിക്കുന്നു. സ്റ്റീഫനും ഭാര്യയും വേഗം വീടിന്റെ ഉള്ളിലേക്ക് കയറി. വീടാകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഏതോ മോഷ്ടാക്കൾ വീടിന്റെ ഉള്ളിൽ കടന്നുവെന്ന് പകൽ പോലെ വ്യക്തമാണ്. ഇരുവരും ചേർന്ന് വീടിന്റെ ഉൾവശമാകെ പരിശോധിച്ചു, എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ എന്ന് അറിയുവാനായിട്ട്. ആ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന ആ കാര്യം അവർ മനസ്സിലാക്കിയത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 120 പവൻ സ്വർണ്ണാഭരണങ്ങളും അതോടൊപ്പം കുറച്ച് പണവും കാണുവാനില്ല. സ്റ്റീഫൻ വേഗം സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തി തന്റെ വീട്ടിൽ നിന്നും 120 പവനോളം സ്വർണം മോഷണം പോയെന്നും അതോടൊപ്പം കുറച്ച് പണവും നഷ്ടപ്പെട്ടുവെന്നും അറിയിച്ചു. 120 പവൻ സ്വർണമെന്ന് കേട്ടപ്പോൾ പോലീസിന്റെയും കണ്ണു തള്ളി. ഇവൻ നുണയായിരിക്കുമോ പറയുന്നത് എന്ന് അവർ സംശയിച്ചു. പോലീസ് സ്റ്റീഫന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചു. അപ്പോഴവർക്കൊരു കാര്യം മനസ്സിലായി. ഒരു 120 പവൻ സ്വർണമൊക്കെ സമ്പാദിക്കുവാനുള്ള ശേഷി ഈ സ്റ്റീഫനുണ്ട്. കാരണം അയാൾക്ക് പല ജോലികളുണ്ട്. ഒന്നാമതായിട്ട് അയാൾ കമോഡിറ്റി ട്രേഡിംഗ് നടത്തുന്നയാളാണ്. പിന്നെ ഷെയർ മാർക്കറ്റിൽ ധാരാളം പണം നിക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് വേറെയുമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയ പോലീസ് വേഗം തന്നെ ഊർജിതമായിട്ട് അന്വേഷണം ആരംഭിച്ചു. കാരണം കാണാതെ പോയിരിക്കുന്നത് 120 പവനാണ്. സ്റ്റീഫന്റെ വീട്ടിൽ നിന്നുമാണ് അന്വേഷണം തുടങ്ങിയത്. 2016 കാലമായതുകൊണ്ട് CCTVകൾ എങ്ങും വ്യാപകമാണ്. സമീപത്തുള്ള CCTV പരിശോധിച്ചപ്പോൾ 3 പേർ സ്റ്റീഫന്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ടു. അവർ മുഖംമൂടി ധരിച്ചിട്ടുണ്ട്. മോഷണം കഴിഞ്ഞ് അവർ പുറത്തേക്ക് പോകുന്ന വഴികളിലെല്ലാം CCTV ഉണ്ട്. 1 by 1 ആയിട്ട് ഓരോ CCTV ആയിട്ട് കവർ ചെയ്ത് അവരുടെ പിന്നാലെ പോലീസും പോവുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് സ്റ്റീഫനും തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഒരു 35-40 CCTV ഫൂട്ടേജ് കവർ ചെയ്തപ്പോൾ അതിൽ ഒരാളുടെ മുഖം വ്യക്തമായിട്ടും കാണുവാൻ കഴിഞ്ഞു. ആ സമയത്ത് പോലീസ് ഞെട്ടിയില്ലെങ്കിലും അടുത്ത് നിന്നിരുന്ന സ്റ്റീഫൻ ഭയങ്കരമായിട്ട് ഞെട്ടി. അയാൾ വേഗം പോലീസിനോട് പറഞ്ഞു, സാർ, ഇതെന്റെ ജോലിക്കാരനായ ആനന്ദനാണ്. എന്റെ വീട്ടിൽ മോഷണം നടന്നു എന്നറിഞ്ഞപ്പോൾ ഇത്രയും നേരം വരെ അന്വേഷിക്കാനും മറ്റു കാര്യങ്ങൾക്കും എന്റെ ഒപ്പം നിന്നവനാണവൻ. അവൻ താമസിക്കുന്നത് എവിടെയാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. എന്നിട്ട് ആനന്ദന്റെ അഡ്രസ്സ് പോലീസിന് കൊടുക്കുകയാണ്. പോലീസ് വേഗം ആനന്ദന്റെ വീട്ടിലെത്തി അയാളെ അറസ്റ്റ് ചെയ്തു. അധികം ചോദ്യം ചെയ്യേണ്ട ആവശ്യം വന്നില്ല. താൻ തന്നെയാണ് സ്റ്റീഫന്റെ വീട്ടിൽ മോഷണം നടത്തിയത് എന്ന് ആനന്ദൻ സമ്മതിച്ചു. നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് സതീഷ് എന്ന് വിളിക്കുന്ന സതീഷ് കുമാറും അവന്റെ സുഹൃത്തായ ബാലാജി എന്ന ആളും ഉണ്ടായിരുന്നു എന്ന് മറുപടി കിട്ടി. ആനന്ദന്റെ പ്രായം 27 വയസ്സാണ്. സതീഷിന്റെ പ്രായം 26. ഈ 2 പേരും സ്റ്റീഫന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. ഇവരുടെ കൂട്ടുകാരനാണ് ബാലാജി. 32 വയസ്സാണ് അയാൾക്കുള്ളത്. അധികം വൈകാതെ 3 പേരെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ചു.
അതിനുശേഷം ഓരോരുത്തരെയായിട്ട് മാറ്റിയിരുത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇത് സാധാരണയായിട്ട് പോലീസ് ചെയ്യുന്ന ഒരു നടപടിയാണ്. ആദ്യം പോലീസ് ചോദ്യം ചെയ്തത് ആനന്ദൻ എന്ന മുരുകാനന്ദനെയാണ്. തൻ്റെ മുതലാളിയായ സ്റ്റീഫനെ കുറിച്ച് അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇയാൾ വെറും ഒരു വേസ്റ്റാണ്, വിശ്വസിക്കുവാനേ കൊള്ളത്തില്ല. ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഇവര് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നറിയാമോ? പക്ഷേ വെറും 10,000 രൂപ മാത്രമാണ് അതിന് പ്രതിഫലമായിട്ട് തന്നത്. ശരി, നിങ്ങൾ മോഷ്ടിച്ച 120 പവൻ സ്വർണം എവിടെയാണെന്ന് പോലീസ് ചോദിച്ചു. 120 പവനോ? ഞങ്ങൾക്ക് അത്രയൊന്നും കിട്ടിയിട്ടില്ല. ആ വീട്ടിൽ നിന്നും ഞങ്ങൾക്ക് ആകെ കിട്ടിയത് ഏകദേശം 20 പവൻ സ്വർണം മാത്രമാണ്. പിന്നെ കുറച്ച് കാശും കിട്ടി. സ്റ്റീഫൻ നിങ്ങളുടെ അടുത്ത് നുണ പറയുകയാണ് സാർ. അത്ര ക്ലെവറായിട്ടുള്ളൊരു കള്ളനാണവൻ. ഇതായിരുന്നു മുരുകാനന്ദന് പറയാനുണ്ടായിരുന്നത്. പിന്നെ ചോദ്യം ചെയ്തത് അടുത്ത ജോലിക്കാരനായ സതീഷ് കുമാറിനെയാണ്. അവനും ഇതുതന്നെയാണ് പറയുവാനുണ്ടായിരുന്നത്. സ്റ്റീഫൻ വെറും പിശുക്കനാണ്. ഞങ്ങൾ ധാരാളം കാര്യങ്ങൾ അവന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും വെറും 10,000 രൂപ മാത്രമാണ് ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾ അവന് ചെയ്തു കൊടുത്ത സഹായം വെച്ച് നോക്കുമ്പോൾ ആ 10,000 രൂപ പോരായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവൻ്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചത്. ആ സമയം വരെയും പോലീസ് വിചാരിച്ചത് ഈ 2 ജോലിക്കാരും ഞങ്ങൾ അവന് സഹായം ചെയ്തു കൊടുത്തു എന്ന് പറയുമ്പോൾ സ്റ്റീഫന്റെ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്തുവെന്നാണ്. ഏതെങ്കിലും ക്ലയന്റിനെ പിടിച്ചു കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും. അതിനുശേഷമാണ് ബാലാജിയെ ചോദ്യം ചെയ്തത്. ഈ ബാലാജി സ്റ്റീഫന്റെ ജോലിക്കാരനല്ല. പക്ഷെ അയാൾ പറഞ്ഞതും ഒരേ കാര്യമാണ്: സാർ, ഞങ്ങൾക്ക് ആ വീട്ടിൽ നിന്നും വെറും 20 പവൻ സ്വർണവും കുറച്ച് പണവും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 120 പവനൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. അവൻ നുണ പറയുകയാണ്. എന്നാൽ ഈ 3 പേരുടെയും മൊഴികൾ വിശ്വസിക്കുവാനായിട്ട് പോലീസ് തയ്യാറായിരുന്നില്ല. അവർ ചോദിക്കേണ്ട രീതിയിൽ അവരെ ചോദ്യം ചെയ്തു. തങ്ങൾ എന്തു പറഞ്ഞാലും പോലീസ് വിശ്വസിക്കില്ല എന്ന് കണ്ടപ്പോൾ സതീഷ് കുമാറും ആനന്ദും ഞെട്ടിക്കുന്ന ആ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി. സാർ, ഞങ്ങൾ അയാൾക്ക് സഹായം ചെയ്തു കൊടുത്തുവെന്ന് പറഞ്ഞല്ലോ. ആ സഹായം എന്താണെന്നറിയാമോ? 3 പേരെ കൊലപ്പെടുത്തുവാനാണ് ഞങ്ങൾ സ്റ്റീഫന് സഹായം ചെയ്തു കൊടുത്തത്. ഇത്തവണ ഞെട്ടിയത് പോലീസാണ്. 3 പേരെ കൊലപ്പെടുത്തിയെന്നോ? എപ്പോൾ? എങ്ങനെ? എവിടെ വെച്ച്? ഇത്രയും നേരം വരെ പോലീസ് വെറും ഒരു മോഷണമെന്ന് വിചാരിച്ച കേസ് ഇപ്പോഴൊരു കൊലക്കേസായിട്ട് മാറുകയാണ്. അതും 3 പേരെ കൊന്ന കേസ്. മുരുകാനന്ദനും സതീഷ് കുമാറും അന്ന് പോലീസിന് കൊടുത്ത മൊഴിയിൽ പറഞ്ഞത് ഇതാണ്: സാർ, സ്റ്റീഫന്റെ കയ്യിൽ ഒരു കാലംകുടയുണ്ട്. ആ കാലംകുടയുടെ അറ്റത്തായിട്ട് ഒരു ചെറിയ നീഡിലുണ്ട്. കുടയുടെ ഉള്ളിലായിട്ട് സിറിഞ്ചും. ആ സിറിഞ്ചിൽ ഒരു വിഷദ്രാവകമുണ്ട്. ആരുടെയെങ്കിലും മേത്ത് ഈ കുട കൊണ്ട് അവനൊന്ന് കുത്തിയാൽ മതി. അല്പസമയത്തിന്റെ ഉള്ളിൽ അയാൾ മരിക്കും. അങ്ങനെ 3 പേരെ ഇവൻ കൊല ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് അവനെ സഹായിച്ചിട്ടുമുണ്ട്. ഇത്രയൊക്കെ സഹായം ചെയ്തിട്ടും ഞങ്ങൾക്ക് അർഹതപ്പെട്ട തുക മാത്രം അവൻ തന്നില്ല. വെറും 10,000 രൂപ വെച്ചാണ് തന്നത്. സ്റ്റീഫന്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. ഞങ്ങൾക്കിത് അംഗീകരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അവൻ്റെ വീട് കയറി കൊള്ളയടിച്ചത്. ഞങ്ങൾക്ക് അവിടെ നിന്നും കിട്ടിയിട്ടുള്ളത് വെറും 20 പവനും കുറച്ച് പണവും മാത്രമാണ്. 2015 ഏപ്രിൽ 19 ജോൺ എന്നു പേരുള്ള ഒരാളെ നടു റോഡിൽ വെച്ച് ഇവൻ കൊല ചെയ്തു. ഈ ജോൺ വേറെ ആരുമല്ല, സ്റ്റീഫന്റെ അളിയനാണ്, അതായത് ഭാര്യയുടെ സഹോദരൻ. അത് കഴിഞ്ഞ് 2015 മെയ് 17 ഉദരമേരൂറുള്ള ശ്രീധർ എന്നയാളെ കൊല ചെയ്തു. തീർന്നില്ല സാർ. 2015 ഒക്ടോബർ 10 മടിപ്പാക്കത്തുള്ള ഹെൻറി എന്ന ഒരാളെ കൊന്നതും ഈ സ്റ്റീഫൻ തന്നെയാണ്. ഞങ്ങൾ 2 പേരുമാണ് അതിനുവേണ്ട സഹായം ചെയ്തു കൊടുത്തത്. വെറും 20 പവൻ മോഷ്ടിച്ചതിന്റെ പേരിൽ 120 പവൻ മോഷ്ടിച്ചു എന്നാണ് അവൻ ഞങ്ങൾക്കെതിരെ പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്കും ഒന്നും ഒളിക്കുവാനില്ല. എല്ലാ കുറ്റവും സമ്മതിക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളോ കുടുങ്ങി, ഇനി അവനും കൂടി കുടുങ്ങട്ടെ. ഇതാണ് ആനന്ദന് സതീഷ് കുമാറും പറഞ്ഞത്. ചെന്നൈ പോലീസിന് ഒന്നും മനസ്സിലായില്ല. വാദി ഇപ്പോൾ പ്രതിയായിരിക്കുന്നു, അതും കൊലക്കേസ് പ്രതി. മാത്രവുമല്ല, ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത വിചിത്രമായിട്ടുള്ള ഒരു രീതിയിലാണ് അയാൾ ഈ കൊലകളെല്ലാം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് അവൻ്റെ കൂടെയുള്ള കുറ്റവാളികൾ പറയുന്നതും. പോലീസ് വേഗം സ്റ്റീഫന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവർ പോകട്ടെ, കേസ് അന്വേഷിക്കട്ടെ. നമുക്ക് ഇൻട്രോയിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുന്നു. ആരാണ് സ്റ്റീഫൻ? എന്തിനാണ് അവൻ ഈ 3 കൊലകൾ ചെയ്തത്? അതും എങ്ങനെയാണ് ചെയ്തത്? അതെല്ലാം പരിശോധിച്ച ശേഷം ഈ കഥയുടെ ബാക്കി കാണാം. ചെന്നൈയിലെ ഇഞ്ചംപക്കത്തെ ഹനുമാൻ കോളനിയിലെ 2nd സ്ട്രീറ്റിലുള്ള രാജാനഗർ എന്ന സ്ഥലത്താണ് സ്റ്റീഫന്റെയും ഭാര്യയുടെയും വീട്. നമ്മൾ മുൻപ് കണ്ടതുപോലെ വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നു ഇയാൾ. കമോഡിറ്റി ട്രേഡിംഗ് വഴിയും ഷെയർ മാർക്കറ്റ് വഴിയും അതുപോലെ റിയൽ എസ്റ്റേറ്റ് വഴിയും ധാരാളം പണം സമ്പാദിച്ചിരുന്നു. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അയാൾക്ക് പലപ്പോഴും പുറത്തേക്ക് പോകേണ്ടതുണ്ട്. ആ സമയത്ത് ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. ഇതിനിടയിൽ തന്റെ ഭാര്യ മൊബൈൽ ഫോണിൽ പലരോടും അളവിലധികമായിട്ട് സംസാരിക്കുന്നത് സ്റ്റീഫന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാളുടെ ഉള്ളിൽ ചില സംശയങ്ങൾ ഉടലെടുത്തു. ഇതേ ചൊല്ലി ഭാര്യയുമായിട്ട് ദിവസവും കലഹം പതിവായി. ക്ഷിപ്രകോപിയായിരുന്നു സ്റ്റീഫൻ. എന്നാൽ ക്ഷിപ്രപ്രസാദിയായിരുന്നില്ല.
അയാൾക്ക് അരിശം വന്നു കഴിഞ്ഞാൽ അത് തണുക്കുവാനായിട്ട് വളരെ പാടാണ്. ഭാര്യയുമായിട്ടുള്ള അയാളുടെ കലഹങ്ങൾ ദിവസങ്ങൾ പോകും തോറും വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. മിക്ക ദിവസവും അതൊരു കയ്യാങ്കളിയിലാണ് അവസാനിക്കാറ്. സ്റ്റീഫന്റെ ഭാര്യ വശം കെട്ടു. ഒടുവിൽ തന്റെ സഹോദരനായ ജോൺ ഫിലോമിനോട് താൻ അനുഭവിക്കുന്ന നരകയാതനകളെക്കുറിച്ച് അവൾ പറഞ്ഞു. അപ്പോൾ ജോൺ ഫിലോമിനാണ് ഒരു പദ്ധതി സഹോദരിക്ക് ഉപദേശിച്ചു കൊടുത്തത്. എന്തുകൊണ്ട് നിനക്ക് സ്റ്റീഫനെ ഡൈവോഴ്സ് ചെയ്തുകൂടാ? അവന്റെ കയ്യിലാണെങ്കിൽ ധാരാളം പണമുണ്ട്, അതിൽ ഒരു പങ്ക് നിനക്കും കിട്ടും. അവൻ തരുവാനായിട്ട് തയ്യാറല്ലെങ്കിൽ കോടതി മുഖേന നമുക്കിത് മേടിച്ചെടുക്കാം. ഈ ആശയം വളരെ നല്ലതായിട്ട് അവൾക്ക് തോന്നുകയാണ്. അങ്ങനെ സ്റ്റീഫനെ ഡൈവോഴ്സ് ചെയ്യുവാനായിട്ട് മനസ്സുകൊണ്ട് അവളും തീരുമാനിച്ചു. ഒരു ദിവസം പതിവുള്ള ലഹളയ്ക്കിടയിൽ ഈ കാര്യം സ്റ്റീഫന്റെ മുഖത്ത് നോക്കിയിട്ട് അവൾ വിളിച്ചു പറയുകയും ചെയ്തു. ഇത്തവണ ഞെട്ടിയത് സ്റ്റീഫനാണ്. ഒന്നാമത് അയാൾ ഒരു പിശുക്കനാണ്. താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണത്തിന്റെ വലിയൊരു വിഹിതം ഡിവോഴ്സും വാങ്ങിച്ച് ഭാര്യ കൊണ്ടുപോകുന്നത് അയാൾക്ക് ഓർക്കുവാൻ പോലും കഴിഞ്ഞില്ല. ഇതിന്റെ എല്ലാം പിന്നിൽ കളിക്കുന്നത് അവളുടെ സഹോദരൻ, അതായത് തന്റെ അളിയനായ ജോൺ ആണെന്ന് സ്റ്റീഫന് മനസ്സിലായി. ജോണിനെ താൻ വെറുതെ വിടില്ല എന്ന് സ്റ്റീഫൻ ആക്രോശിച്ചു. എന്നാൽ അവൾ അതത്ര കാര്യമാക്കിയില്ല. ദേഷ്യം മൂലം പറയുന്നതായിരിക്കുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അത് വെറും ദേഷ്യമായിരുന്നില്ല. ആ സമയത്ത് സ്റ്റീഫൻ മനസ്സിൽ ഒരു കാര്യം കണക്കുകൂട്ടി ഉറപ്പിച്ചിരുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ കളിക്കുന്ന ജോണിനെ വകവരുത്തണം, അതും ഇരുചെവി അറിയാതെ. ആർക്കും ഒരു സംശയവും തോന്നാത്ത വിധത്തിൽ. ചെറുപ്പം മുതലേ സ്റ്റീഫന് ഒരു ശീലമുണ്ടായിരുന്നു. അയാൾ ധാരാളം ക്രൈം നോവലുകൾ വായിക്കും, അതുപോലെ ക്രൈം സംബന്ധമായിട്ടുള്ള സിനിമകളും കാണും. അതുകൊണ്ട് കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള ധാരാളം അറിവുകൾ ഇയാൾക്കുണ്ട്. മാത്രവുമല്ല, കമ്പ്യൂട്ടറിൽ ഇത്തരം കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്തുവാനും മിടുക്കനാണ്. ജോണിനെ ഇല്ലാതാക്കുവാനായിട്ട് ആർക്കും യാതൊരു സംശയവും തോന്നാത്ത വിധം ഒരു മർഡർ എങ്ങനെ നടപ്പിലാക്കാമെന്ന് അയാൾ ഇന്റർനെറ്റിൽ തിരഞ്ഞു. അപ്പോഴാണ് സൈലൻസ് എന്നു പേരുള്ള ഒരു ജർമ്മൻ മൂവി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ സിനിമ പലതവണ ആവർത്തിച്ചു കണ്ടു. പണ്ട് റഷ്യൻ ചാരസംഘടനയായിട്ടുള്ള KGB നടത്തിയ ഒരു അസാസിനേഷന്റെ കഥയായിരുന്നു ആ സിനിമ. ചരിത്രത്തിൽ ഇത് അറിയപ്പെടുന്നത് ജോർജി മാർക്കോവ ആൻഡ് അംബ്രല്ല അസാസിനേഷൻ എന്നാണ്. ഈ കഥ സ്റ്റീഫനെ വല്ലാതെ ആകർഷിച്ചു. അയാൾ അതേക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുവാൻ തുടങ്ങി. ആ കഥ ഇങ്ങനെയാണ്. വർഷം 1978 സെപ്റ്റംബർ 7. ജോർജി മാർക്കോവ് എന്ന മുൻ ബൾഗേറിയൻ പൗരൻ ലണ്ടനിലെ തന്റെ ജോലി സ്ഥലത്തേക്ക് സാധാരണ എന്ന പോലെ പുറപ്പെട്ടു. വാട്ടർലൂ എന്നു പേരുള്ള വലിയൊരു പാലം അവിടെയുണ്ട്. ആ പാലത്തിന്റെ സമീപത്തായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സ്ഥലമുണ്ട്. ജോർജി മാർക്കോവ് തന്റെ കാർ അവിടെ പാർക്ക് ചെയ്തു. ഇനി അയാൾക്ക് വാട്ടർലൂ പാലത്തിനോട് തൊട്ടടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. അവിടെ നിന്നും ബസ്സിൽ കയറിയാണ് അയാൾ ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. മടക്കയാത്രയും അതുപോലെ തന്നെ. അങ്ങനെ ബസ് കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്റെ തുടയുടെ പിന്നിലായിട്ട് എന്തോ ശക്തമായിട്ട് കുത്തിക്കയറിയതുപോലെ ജോർജിക്ക് തോന്നി. അയാൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഒരു മനുഷ്യൻ നിലത്ത് നിന്നും ഒരു കാലം കൂടെ കുനിഞ്ഞെടുക്കുന്നു. എന്നിട്ട് ജോർജിയോട് "ഐ ആം സോറി" എന്ന് പറഞ്ഞു. പിന്നെ അയാളുടെ മറുപടി എന്താണെന്ന് പോലും അറിയുവാനായിട്ട് കാത്തു നിൽക്കാതെ വേഗം അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഒരു സാധാരണ സംഭവം. ഒരു മനുഷ്യന്റെ കാലം കൂടെ അറിയാതെ ജോർജിയുടെ പൃഷ്ഠഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ടുകാണും. ചിലപ്പോഴതിന്റെ അഗ്രഭാഗം ഇച്ചിരി കൂർത്തതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അയാൾക്ക് പെട്ടെന്ന് വേദന ഉണ്ടായത്. വെറും സാധാരണ സംഭവം. എന്നാൽ അതൊരു സാധാരണ സംഭവമായിരുന്നില്ല. ഇതിനെ തുടർന്ന് ജോർജി മാർക്കോവ് വളരെ വേഗം രോഗിയായി. വെറും 3 ദിവസത്തിന് ശേഷം അയാൾ ദുരൂഹമായിട്ട് മരണത്തിന് കീഴടങ്ങി. ലോകത്തിലെ ഏറ്റവും നിഗൂഢവും എന്നാൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണെന്ന് പകൽ പോലെ വ്യക്തവുമായിട്ടുള്ളൊരു കൊലപാതകമാണ് ജോർജി മാർക്കോവിന്റെ. ഈ കഥയിൽ രാഷ്ട്രീയം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ജോർജി വിഷബാധയായിട്ടാണ് മരിച്ചത്. അതിനുവേണ്ടി ഉപയോഗിച്ച വിഷം അത് വേറെ ഒന്നായിരുന്നു. ആ വിഷം ഏതാണെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് കിണഞ്ഞു പരിശ്രമിക്കേണ്ടി വന്നു. മാത്രവുമല്ല, ജോർജിയിലേക്ക് ആ വിഷം കുത്തിവയ്ക്കുവാനായിട്ട് ഉപയോഗിച്ച ആ ഉപകരണം, അതായത് ആ കാലം കുട, ഒരു സാധാരണ കുടയെ ഒരു തോക്കായിട്ട് മാറ്റിമറിച്ച് അതിന്റെ മെക്കാനിസം, ഇതെല്ലാം ഒരു ജെയിംസ് ബോണ്ട് ചിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. നമ്മുടെ സ്റ്റീഫനെയും ഈ കാര്യങ്ങൾ വല്ലാതെ ആകർഷിച്ചു. ബസ് സ്റ്റോപ്പിൽ വെച്ച് വിഷബാധ ഏറ്റതിന്റെ പിറ്റേ ദിവസം, അതായത് 1978 സെപ്റ്റംബർ 8 രാത്രി 9 മണിക്ക് ആശുപത്രിയിൽ ജോർജി അഡ്മിറ്റായി. തനിക്ക് നല്ല സുഖമില്ലെന്ന് ജോർജിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർമാരാകട്ടെ അതത്ര കാര്യമായിട്ടെടുത്തില്ല. എങ്കിലും രോഗിയെ പരിശോധിക്കുക എന്നുള്ളത് അവരുടെ കടമയാണ്. അതുകൊണ്ട് അവർ അയാളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ജോർജി ചില്ലറക്കാരനല്ല. അയാൾ മുൻപൊരു ബൾഗേറിയക്കാരനായിരുന്നു, അവിടെയുള്ള ഒരു പത്രപ്രവർത്തകൻ. ബൾഗേറിയയിൽ നിന്നും ജീവനും കൊണ്ട് നാട് വിട്ടാണ് ബ്രിട്ടനിൽ എത്തിയത്. ഇപ്പോൾ ബ്രിട്ടനിലുള്ള BBC-ക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോഴും മാർക്കോവിനോട് ഏത് വിധേനയും പ്രതികാരം ചെയ്യണമെന്ന് വിചാരിക്കുന്ന ശത്രുക്കൾ ബൾഗേറിയയിലുണ്ട്. പ്രത്യേകിച്ചും റഷ്യൻ ചാരസംഘടനയായിട്ടുള്ള KGB അയാളെ നോട്ടമിട്ടിരുന്നു. തനിക്ക് ആ ബസ് സ്റ്റോപ്പിൽ വെച്ചുണ്ടായ അപകടം അത് വെറും യാദൃശികമല്ല. തന്നെ KGB വിഷബാധ ഏൽപ്പിച്ചുവെന്ന് മാർക്കോവ് ഡോക്ടർമാരോട് പറഞ്ഞു. അവർ വിചാരിച്ചത് ഇയാൾ എന്തൊക്കെയോ പിച്ചും പേയും പറയുകയാണെന്നാണ്.
പക്ഷെ അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ഒന്നൊഴിയാതെ എഴുതി വെച്ചു. ജോർജി മാർക്കോവിന്റെ ശരീരമാസകലം ഡോക്ടർമാർ പരിശോധിച്ചു. പക്ഷേ വിഷബാധയേറ്റതിന്റെ യാതൊരു ലക്ഷണവും കണ്ടെത്തുവാനായില്ല. ഒരു പനിയുടെ ആരംഭം മാത്രമാണ് അയാൾ കാണപ്പെടുന്നുള്ളൂ. ഡോക്ടർമാർ അതിന് ടാബ്ലറ്റ് കൊടുത്തു. എന്നാൽ ജോർജി പറയുന്നത് ഇങ്ങനെയാണ്: തനിക്ക് ഛർദ്ദിക്കുവാനായിട്ട് വരുന്നു, തൻ്റെ തല കറങ്ങുന്നു, തൻ്റെ വലത്തെ തുടയിലാണ് അവർ വിഷബാധ ഏൽപ്പിച്ചത്, അവിടെ ഒരു തടിപ്പുണ്ട്, അവിടെ വല്ലാത്ത വേദനയുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഡോക്ടർമാർ പോലും അത് കാര്യമായിട്ട് എടുത്തില്ല എന്നത് പോട്ടെ, ജോർജിയുടെ ഭാര്യയും സുഹൃത്തുക്കളും പോലും അതത്ര കാര്യമായിട്ട് എടുത്തില്ല. കാരണം അല്പസ്വല്പം പൊങ്ങച്ചമൊക്കെ പറയുന്ന ആളാണ് ഈ ജോർജി മാർക്കോവ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ വാ തുറന്നാൽ കള്ളം പറയുന്ന ഒരു വ്യക്തി. എന്നാൽ മുൻപ് ബൾഗേറിയയിൽ താമസിച്ചിരുന്ന കാലത്ത് ജോർജിക്ക് മറ്റൊരു ഭൂതകാലം ഉണ്ടായിരുന്നു. 1960കളിൽ ബൾഗേറിയയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരി ഒരാളായിരുന്നു ജോർജി മാർക്കോവ്. അക്കാലത്ത് ടോഡോ ഷിക്കോവ എന്ന ക്രൂരനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ബൾഗേറിയ ഭരിച്ചിരുന്നത്. തന്റെ ഭരണത്തിനെതിരായിട്ട് ആരൊക്കെ വിമർശിക്കുന്നുവോ അവരെല്ലാം ഇദ്ദേഹം അടിച്ചൊതുക്കിയിരുന്നു. റഷ്യയുമായിട്ട് സൗഹൃദമുള്ളതുകൊണ്ട് അതിനുവേണ്ട സഹായങ്ങൾ KGB ചെയ്തും കൊടുത്തു. തുടക്കകാലത്ത് ജോർജി മാർക്കോവ് ടോഡോറിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. തന്റെ ബംഗ്ലാവിൽ നടക്കുന്ന പല പാർട്ടികളിലും പങ്കെടുക്കുവാനായിട്ട് മാർക്കോവിനെ അദ്ദേഹം ക്ഷണിച്ചിരുന്നു. രാജ്യം ഭരിക്കുന്ന അധികാരിയുടെ അടുത്ത സുഹൃത്ത് എന്ന സ്ഥാനം ആദ്യമൊക്കെ മാർക്കോവിന് വലിയ ഇഷ്ടമായിരുന്നു. എങ്കിലും അയാളുടെ ഉള്ളിലും ചില ധാർമ്മിക ബോധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോകെ പോകെ താൻ ചെയ്യുന്നത് ശരിയല്ല എന്നും സർക്കാരിന്റെ പല നയങ്ങളും തെറ്റാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. അതോടെ സർക്കാരിനെ എതിർത്തുകൊണ്ട് ജോർജി മാർക്കോവ് എഴുതുവാൻ ആരംഭിച്ചു. ഒരു കാലത്ത് അവർക്ക് അനുകൂലമായിട്ട് ചലിച്ച പേന ഇപ്പോൾ അവർക്ക് എതിരായിട്ട് ചലിക്കുകയാണ്. അതോടെ ജോർജി സർക്കാരിന്റെ നോട്ടപ്പുള്ളിയായിട്ട് മാറി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എതിരെ സർക്കാർ പല നിയന്ത്രണങ്ങളും കൊണ്ടുവന്നു. 1969 കാലഘട്ടമായപ്പോൾ കാര്യങ്ങളാകെ മാർക്കോവിനെതിരായി. ആ സമയത്ത് അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിരുന്നു. എന്നാൽ ആ നോവൽ പബ്ലിഷ് ചെയ്യുന്നത് സർക്കാർ വിലക്കി. മാത്രവുമല്ല, മാർക്കോവ് എഴുതിയിട്ടുള്ള നാടകങ്ങൾ കളിക്കുന്നത് സർക്കാർ തടയുകയും ചെയ്തു. അതുകൊണ്ടും തീർന്നില്ല. ബൾഗേറിയൻ സർക്കാർ മാർക്കോവിനെ ഒരു രാജ്യദ്രോഹിയായിട്ടാണ് പരിഗണിച്ചത്. അവർ മാർക്കോവ് എഴുതിയിട്ടുള്ള സകല പുസ്തകങ്ങളും ലേഖനങ്ങളും എല്ലാ വായനശാലകളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും അതുപോലെ കടകളിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. ചില ബൾഗേറിയൻ സിനിമകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സിനിമയുടെ അവസാനം ക്രെഡിറ്റ് സീനുകൾ എഴുതി കാണിക്കുന്ന രംഗം വരുന്നിടത്ത് അദ്ദേഹത്തിന്റെ പേരുകൾ സർക്കാർ നീക്കം ചെയ്തിരുന്നു. ഇതോടെ അയാൾ ഒരു കാര്യം മനസ്സിലാക്കി: ഇനിയും താൻ ബൾഗേറിയയെ തുടരുകയാണെങ്കിൽ അത് തന്റെ ജീവന ഭീഷണിയാണ്. അതുകൊണ്ട് എത്രയും വേഗം നാട് വിടുക. അങ്ങനെ പല രാജ്യങ്ങളിലേക്കും പലായനം ചെയ്ത് അദ്ദേഹം ഒടുവിൽ ഗ്രേറ്റ് ബ്രിട്ടനിൽ അഭയം തേടി. എന്നിട്ട് BBC ഒരു വിവർത്തകനായിട്ട് ജോലി കയറി. 1975 അനാബേൽ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. അതിന്റെ അടുത്ത വർഷം കഠിന പ്രയത്നത്തിന്റെ ഒടുവിൽ അവർക്കൊരു മകളുമുണ്ടായി. ബ്രിട്ടനിലേക്ക് കുടിയേറിയെങ്കിലും ബൾഗേറിയൻ സർക്കാരിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അവസാനിച്ചില്ല. ബൾഗേറിയയിലുള്ള തന്റെ സുഹൃത്തുക്കൾ മുഖാന്തരം അവിടെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അതിനിശിതമായിട്ട് അദ്ദേഹം സർക്കാരിനെ വിമർശിച്ചു. മാർക്കോവിന്റെ ഈ നടപടികൾ ബൾഗേറിയൻ സർക്കാരും അറിയുന്നുണ്ട്. അവർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. അയാളുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ചില ഫോൺ കോളുകളും അതുപോലെ അഡ്രസ് ഇല്ലാത്ത കത്തുകളും വരുമായിരുന്നു. എല്ലാത്തിന്റെയും ഉള്ളടക്കം ഇതാണ്: നീ രാജ്യദ്രോഹിയാണ്, ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടവനാണ്, വീണ്ടും രാജ്യദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുവാണ്, അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും. എന്നാൽ അതൊന്നും മാർക്കോവ് വലിയ കാര്യമായിട്ട് എടുത്തില്ല. താനിപ്പോൾ വേറെ ഒരു രാജ്യത്താണുള്ളത്. ഇവിടെ KGBക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? അതുകൊണ്ട് തന്റെ പ്രവർത്തനങ്ങൾ അയാൾ അവസാനിപ്പിച്ചുമില്ല. ബസ് സ്റ്റോപ്പിൽ വെച്ചുണ്ടായ അപകടത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ കാര്യങ്ങളാകെ മാറി. ഇത്രയും നേരം വരെ മാർക്കോവിനെ വിശ്വസിക്കാതിരുന്ന ഡോക്ടർമാർക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ഇപ്പോൾ ആ കഥ തള്ളിക്കളയുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം 2 ദിവസം മുൻപ് പൂർണ്ണ ആരോഗ്യവാനായിരുന്ന മാർക്കോവിന്റെ ശരീരം ഐസ് കട്ട പോലെ തണുക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ BP ആരെയും അതിശയിപ്പിക്കുന്ന വിധത്തിൽ താഴുവാൻ തുടങ്ങി. ഹൃദയമിടിപ്പിന് ക്രമാതീതമായിട്ടുള്ള വ്യതിയാനമുണ്ടായി. ഡോക്ടർമാർക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. ഒടുവിൽ അവരുടെ എല്ലാ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെപ്റ്റംബർ 11 അതിരാവിലെ 10:45 ജോർജി മാർക്കോവ് മരണപ്പെട്ടു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. ഈ മരണത്തിൽ വലിയ ദുരൂഹതയുണ്ടെന്ന് പോലീസിനും മനസ്സിലായി. അതുകൊണ്ട് അവർ അന്വേഷണം ആരംഭിച്ചു. മാത്രവുമല്ല, മറ്റൊരു നാട്ടിൽ നിന്നും അഭയാർത്ഥിയായിട്ട് വന്ന ആളാണ് മാർക്കോവ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ബ്രിട്ടന്റെ മണ്ണിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടത്. ഇത് തീവ്രവാദ പ്രവർത്തനത്തിന്റെ പരിധി വരുന്ന ഒന്നാണ്. അതുകൊണ്ട് സ്കോട്ട്ലൻഡ് യാർഡിലെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് മാർക്കോവിന്റെ കേസ് അന്വേഷിച്ചത്. മരിക്കും മുൻപ് ഡോക്ടർമാരോട് അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായിട്ട് പഠിച്ചു. അതിനുശേഷം ആ സംഭവം നടന്ന സമയത്ത്, അതായത് കുടകൊണ്ട് കുത്തേറ്റ സമയത്ത് വാട്ടർലൂ പാലത്തിൽ ഉണ്ടായിരുന്ന പലരെയും ചോദ്യം ചെയ്തു. എന്നാൽ അവരാരും ഇങ്ങനൊരു സംഭവം നടക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. കുടകൊണ്ടുള്ള കുത്തേറ്റതിന്റെ തൊട്ടു പിന്നാലെ മാർക്കോവ് നേരെ ഓഫീസിലേക്കല്ല പോയത്, മറിച്ച് വീട്ടിലേക്കാണ്. അതിനുശേഷം ഭാര്യയെ തന്റെ തുടയിലുണ്ടായ മുറിവ് കാണിച്ചു കൊടുത്തു. ആ ചെറിയൊരു പരിക്കല്ലാതെ മറ്റൊരു തുമ്പും പോലീസിന് ഈ കാര്യത്തിലില്ല. ഈ ഒരു ചെറിയ സൂചന വെച്ച സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിന് ഒരു കാര്യം ഉറപ്പായിരുന്നു:
മാർക്കോവിന്റെ മരണം ഒരു സ്വാഭാവിക മരണമല്ല, മറിച്ച് അതൊരു കൊലപാതകമാണ്. വെറുതെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊരു പരിക്കുണ്ടാവുക എന്നത് അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യവുമാണ്. ലോകമാസകലം മാർക്കോവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പ്രചരിച്ചു, ബൾഗേറിയയിൽ ഒഴികെ. ബൾഗേറിയൻ മീഡിയയിൽ മാർക്കോവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയും വരാതിരിക്കുവാനായിട്ട് സർക്കാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഈ കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തക്കാരും ബന്ധുക്കളുമെല്ലാം വളരെ വൈകിയാണ് മാർക്കോവിന്റെ മരണം അറിഞ്ഞത്. സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനെ അമ്പരപ്പിച്ച ഒരു ചോദ്യം ഇതാണ്: മാർക്കോവിന്റെ ശരീരത്തിലെ BP കുറയുന്ന സമയത്ത് ആ BP കൂട്ടുവാനായിട്ട് ഡോക്ടർമാർ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു. അതുപോലെ ഹൃദയമിടിപ്പ് അനിയന്ത്രിതമായിട്ട് കുറഞ്ഞു വരുന്ന സമയത്ത് അത് നിലനിർത്തുവാനായിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് നൽകി. എന്നാൽ അയാളുടെ ശരീരം ഇതിനോടൊന്നും പ്രതികരിച്ചില്ല. ഓരോ നിമിഷം കഴിയും തോറും മാർക്കോവിന്റെ ആരോഗ്യം മോശമായിട്ട് വന്നു. ഒടുവിൽ അയാൾ മരണത്തിന് കീഴടങ്ങി. ഒടുവിൽ പോലീസ് അദ്ദേഹത്തിന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. ഇതൊരു കൊലപാതകമാണെങ്കിൽ അതിന് എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തണം. അതിന് പോസ്റ്റ്മോർട്ടം അല്ലാതെ മറ്റ് യാതൊരു വഴിയുമില്ല. മാർക്കോവിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ വിഷബാധ ഏറ്റതിന്റെ യാതൊരു ലക്ഷണവും കണ്ടില്ല. എന്നാൽ അയാളുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ആന്തര അവയവങ്ങളും താറുമാറായിട്ടുമുണ്ട്. മാർക്കോവിന്റെ തുടയുടെ പിന്നിലുള്ള ചെറിയ മുറിവും അതിനു ചുറ്റുമുള്ള നീരും ഒരു സൂചനയാണ്. അവിടെ എന്തോ ശക്തമായിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടായി എന്നാണ് അതിന്റെ അർത്ഥം. മാർക്കോവിന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുവാനായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സ്പെഷ്യലിസ്റ്റുകളെയാണ് ബ്രിട്ടൻ വരുത്തിയത്. ഡോക്ടർമാർ മാത്രമല്ല, കെമിക്കൽ വെപ്പൺ സ്പെഷ്യലിസ്റ്റുകളും അതിൽ ഉൾപ്പെടും. ഈ സംഭവം നടക്കുന്നത് കോൾഡ് വാറിന്റെ സമയത്താണ്. അതുകൊണ്ട് ഏറ്റവും സീക്രട്ട് ആയിട്ട് വേണം നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട്. അതിനായിട്ട് മാർക്കോവിന്റെ ശരീരം ബയോ കെമിക്കൽ വെപ്പൺ ലബോറട്ടറി ആയ പോർട്ടൺ ഡൗൺ ലാബിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തെ അന്ന് പരിശോധിക്കുവാനായിട്ട് അമേരിക്കൻ CIA ഏറ്റവും ഫേമസ് ആയ കെമിക്കൽ വെപ്പൺ സ്പെഷ്യലിസ്റ്റായ ക്രിസ്റ്റഫർ ഗ്രീൻ അടക്കമാണ് വന്നത്. വിശദമായിട്ടുള്ള പരിശോധനയിൽ മാർക്കോവിന്റെ തുടയിൽ നിന്നും വളരെ ചെറിയൊരു മെറ്റൽ ബോൾ അവർ കണ്ടെടുത്തു. നമ്മൾ ഈ ബോൾ പോയിന്റ് പേനയുടെ അറ്റത്തായിട്ട് കാണുന്ന ചെറിയ ബോളില്ലേ, അതിലും ചെറിയ ബോളായിരുന്നു അത്. ഈ ബോൾ അവർ ലണ്ടനിലേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള ഒരു ബാലിസ്റ്റിക് ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. അക്കാലത്തെ ഏറ്റവും ആധുനികമായിട്ടുള്ള ടെക്നോളജി വെച്ചുള്ള പരിശോധനയിൽ ഈ ബോള് പ്ലാറ്റിനം ഇറിഡിയം കൊണ്ടുണ്ടാക്കിയതാണെന്ന് മനസ്സിലായി. പ്ലാറ്റിനം ഇറിഡിയത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ബാക്കി ഏത് ലോഹമാണെങ്കിലും ശരീരത്തിൽ തറഞ്ഞു കയറിയാൽ കാലക്രമേണ ശരീരം അത് പുറന്തള്ളും. എന്നാൽ പ്ലാറ്റിനം ഇറിഡിയം മനുഷ്യ ശരീരം പുറന്തള്ളുവാനുള്ള സാധ്യത വളരെ കുറവാണ്. കൊലയാളികൾ ആരായാലും വളരെ ബുദ്ധിപൂർവമാണ് ഈ ലോഹം തന്നെ തെരഞ്ഞെടുത്തത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ചുള്ള പരിശോധനയിൽ ഈ ബോളിൽ 2 ചെറിയ സുഷിരങ്ങൾ കണ്ടു. ഒരിക്കലും ഇത്രയും ചെറിയൊരു ബുള്ളറ്റ് കൊണ്ട് മനുഷ്യനെ കൊല്ലുവാനായിട്ട് കഴിയില്ല. അതിന്റെ അർത്ഥം മാർക്കോവിനെ കൊന്നത് ആ ചെറിയ വെടിയുണ്ടയുടെ ഉള്ളിലായിട്ടുള്ള ആ ചെറിയ സുഷിരത്തിൽ നിറച്ചിട്ടുള്ള എന്തോ ഒരു കെമിക്കലാണ്. ആ ചെറിയ സുഷിരത്തിന്റെ ഉള്ളിൽ വിഷം നിറച്ച് മനുഷ്യ ശരീരത്തിലെ ഊഷ്മാവേറ്റ ഉരുകുന്ന എന്തെങ്കിലും കൊണ്ട് അതിന്റെ മുകളിൽ കോട്ടിങ് ചെയ്തിട്ടുണ്ടാവാം. ഈ വെടിയുണ്ട ഇരയുടെ ശരീരത്തിന്റെ ഉള്ളിൽ ചെന്നാൽ ശരീരത്തിന്റെ ഊഷ്മാവ് കൊണ്ട് ആ കോട്ടിങ് ഉരുകി മാറും. പിന്നെ അതിന്റെ ഉള്ളിലെ വിഷദ്രാവകം മെല്ലെ ശരീരത്തിലേക്ക് വ്യാപിക്കും. പിന്നെ അത് രക്തത്തിലേക്ക് വ്യാപിച്ച് എല്ലാ ആന്തരാവയവങ്ങളിലും എത്തും. ഒടുവിൽ രോഗി മരണപ്പെടുകയും ചെയ്യും. അന്വേഷണം ഇവിടം വരെ എത്തിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിന്റെ മുൻപിൽ ഒരു ചോദ്യം അവശേഷിച്ചു: എന്തായിരിക്കും ആ വിഷം? എന്ത് വിഷമാണെങ്കിലും അതൊരു സ്ലോ പോയിസൺ ആണ്. പക്ഷെ ഇത്രയും ചെറിയ അളവിലുള്ള ഏത് സ്ലോ പോയിസൺ ആണുള്ളത്? പോലീസിന്റെ അന്വേഷണം അവിടെ വഴിമുട്ടി നിൽക്കുകയാണ്. ആ സമയത്ത് പാരീസിൽ നിന്നും സമാനമായിട്ടുള്ള മറ്റൊരു വാർത്ത സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനെ തേടി വന്നു. മാർക്കോവിന് നേർക്ക് ബസ് സ്റ്റോപ്പിൽ വെച്ച് ആക്രമണം ഉണ്ടാകുന്നതിനും ഏകദേശം 2 ആഴ്ച മുൻപ് വ്ളാദിമിർ കൊസ്റോവ എന്ന മറ്റൊരു ബൾഗേറിയക്കാരനെ ഇതുപോലെ ആരോ ആക്രമിച്ചിരുന്നു. ഈ വ്ളാദിമിറും മാർക്കോവിനെ പോലെ തന്നെ ബൾഗേറിയൻ ഭരണകൂടത്തെ എതിർത്തയാളും അവിടെ നിന്നും ജീവനും കൊണ്ട് പാരീസിലേക്ക് ഓടി രക്ഷപ്പെട്ടയാളുമാണ്. ബൾഗേറിയൻ സർക്കാരിനെ സംബന്ധിച്ച് മാർക്കോവിനെ പോലെ തന്നെ ഒരു രാജ്യദ്രോഹിയാണ് വ്ളാദിമിറും. ആ സംഭവം ഉണ്ടായത് ഇങ്ങനെയാണ്. ഒരു ദിവസം വ്ളാദിമിർ പാരീസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് വരുന്ന വഴിക്ക് അയാളുടെ തുടയിൽ അസഹനീയമായിട്ടുള്ളൊരു വേദനയുണ്ടായി. ആരോ എന്തോ വെച്ച് കുത്തിയതുപോലെ. വേഗം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ ഓടിപ്പോകുന്നതും കണ്ടു. എന്നാൽ മാർക്കോവിന്റെ കേസിൽ എന്ന പോലെ ഈ മനുഷ്യന്റെ കൈവശം കുറെയൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ മറ്റെന്തെങ്കിലും മാർഗം ഉപയോഗിച്ചായിരിക്കാം ആ ബോൾ വ്ളാദിമിറിന്റെ ശരീരത്തിൽ അയാൾ നിക്ഷേപിച്ചത്. മാർക്കോവിന് സംഭവിച്ചതുപോലെ എല്ലാ രോഗലക്ഷണങ്ങളും കൊസ്റോവിനും കാണിച്ചു. എന്നാൽ ഒരു മാറ്റമുണ്ടായിരുന്നു. 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അയാൾ സുഖപ്പെട്ടു. മാർക്കോവ് മരിച്ച കാര്യവും അയാൾ കൊല്ലപ്പെട്ട രീതിയും അറിഞ്ഞ കൊസ്റ്റോവ് നേരിട്ട് സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനെ ബന്ധപ്പെട്ട് തനിക്കുണ്ടായ അനുഭവം പറഞ്ഞു. വേഗം തന്നെ ഡോക്ടർമാരും പോലീസും അടങ്ങുന്ന ഒരു സംഘം കൊസ്റ്റോവിന്റെ അടുത്തെത്തി. എന്നിട്ട് അയാളുടെ വെടിയേറ്റ ഭാഗത്തെ കുറച്ച് മാംസം മുറിച്ചെടുത്തു. അതിനുശേഷം ആ മാംസം ഒരു ലാബിലേക്ക് അയച്ചു. ആ മാംസത്തിൽ നടത്തിയ പരിശോധനയിൽ മാർക്കോവിന്റെ ശരീരത്തിൽ നിന്നും കിട്ടിയതുപോലെ ഒരു ചെറിയ ബുള്ളറ്റ് അവർക്കും കിട്ടി. എന്നാൽ കഷ്ടകാലത്തിന് ആ ബുള്ളറ്റിന്റെ ഉള്ളിൽ വിഷത്തിന്റെ യാതൊരു അംശവും ഇല്ലായിരുന്നു. 2 പേരും ഒന്നുപോലെയാണ് ആക്രമിക്കപ്പെട്ടത്. എന്നാൽ മാർക്കോവ് കൊല്ലപ്പെട്ടു, കൊസ്റ്റോവ് അതിജീവിച്ചു. എങ്ങനെയാണിത് സംഭവിച്ചത്?
ഈ വിരോധാഭാസത്തിന്റെ കാരണം എന്തായിരിക്കും? പോലീസ് എത്തിയ നിഗമനം ഇതാണ്. അന്ന് കൊസ്റ്റോവ് വളരെ കട്ടിയുള്ള ജാക്കറ്റായിരുന്നു ധരിച്ചിരുന്നത്. ഈ ജാക്കറ്റിന്റെ കട്ടി മൂലം വെടിയുണ്ടയ്ക്ക് ശരീരത്തിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറുവാനായിട്ട് കഴിഞ്ഞില്ല. തൊലിയുടെ ഉള്ളിലായിട്ട് കയറി നിന്നു. അതുകൊണ്ട് വിഷം ശരീരത്തിന്റെ ഉള്ളിലേക്ക് വ്യാപിച്ചുമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ കൊസ്റ്റോവിനെ കൊല്ലുവാനായിട്ട് തനിക്ക് കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കിയ കൊലയാളി തന്റെ രീതിക്കൊരു മാറ്റം വരുത്തിയിരിക്കാം. ആയുധമൊന്ന് പരിഷ്കരിച്ചിരിക്കാം. ആ ആയുധം ഉപയോഗിച്ചായിരിക്കാം മാർക്കോവിനെ ആക്രമിച്ചത്. അത് അയാളുടെ മരണകാരണമാവുകയും ചെയ്തു. പോലീസിന്റെ സംശയം അതിപ്പോഴും ബാക്കിയാണ്. ഈ ചെറിയ ബോളിന്റെ ഉള്ളിലെ സുഷിരത്തിന് ഏറിപ്പോയാൽ 1 മില്ലിഗ്രാമിന്റെ 2% മാത്രമേ കപ്പാസിറ്റി ഉള്ളൂ. ഏറ്റവും മാരകമെന്നറിയപ്പെടുന്ന സയനൈഡ് ഇതിന്റെ 10 ഇരട്ടി മാത്രം ഒരു മനുഷ്യന്റെ ഉള്ളിൽ ചെന്നാൽ മാത്രമാണ് മരണകാരണമാവൂ. അങ്ങനെ നോക്കിയാൽ മാർക്കോവിന്റെ മരണത്തിന്റെ ഉത്തരവാദി സയനൈഡ് അല്ല. പിന്നെയുള്ള സാധ്യതകൾ ഇതൊക്കെയാണ്: പ്ലൂട്ടോണിയം, ആബ്രിൻ, റൈസിൻ, പിന്നെ ചില പാമ്പിന്റെ വിഷങ്ങൾ. ഇതിൽ തന്നെ എടുത്തു നോക്കിയാൽ ഇത്രയും ചെറിയ അളവിൽ ഒരു മനുഷ്യനെ കൊല്ലുവാനായിട്ട് കഴിവുള്ളത് ആബ്രിനും റൈസിനും മാത്രമാണ്. എന്നാൽ ആബ്രിൻ കിട്ടുവാനായിട്ട് വളരെ ദുർലഭമാണ്. അതുകൊണ്ട് റൈസിൻ ആകുവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. റെസിൻ എന്ന മാരക വിഷം ആവണക്കിന്റെ കുരുവിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒന്നാണ്. ഇത് ഒരാളുടെ ഉള്ളിലെത്തിയാൽ നാഡീവ്യൂഹ വ്യവസ്ഥയെ തകർത്തു കളയും. ആന്തരാവയവങ്ങളുടെ പ്രവർത്തനം നിശേഷം നശിപ്പിക്കും. അതൊന്ന് പരീക്ഷിച്ചു നോക്കുവാനായിട്ട് സ്കോട്ട്ലൻഡ് യാർഡ് പോലീസ് തീരുമാനിച്ചു. അതിനായിട്ട് കൊല്ലപ്പെട്ട മാർക്കോവിന്റെ ശരീരത്തിന്റെ അതേ ഭാരമുള്ള ഒരു പന്നിയെ തെരഞ്ഞെടുത്തു. എന്നിട്ട് ഇതേ അളവിൽ ഈ വിഷം ആ പന്നിയിൽ കുത്തിവെച്ചു. വൈകാതെ ആ പന്നി രോഗബാധിതനായി. പിന്നെ അത് മരിച്ചു. അതിനുശേഷം പന്നിയുടെ ആന്തരാവയവങ്ങളിൽ പരിശോധന നടത്തി. അപ്പോൾ കണ്ടെത്തിയ കാര്യം ഇതാണ്: മാർക്കോവിന്റെ ആന്തരാവയവങ്ങൾ എങ്ങനെയാണോ കാണപ്പെട്ടത് അതുപോലെ തന്നെയാണ് പന്നിയുടെയും. ഈ പരീക്ഷണം മൂലം മാർക്കോവിന്റെ ഉള്ളിലെത്തിയത് റൈസിനാണെന്ന് ഉറപ്പിച്ചു. എന്നാൽ ഈ വിഷം എവിടെ നിന്നുമാണ് കിട്ടിയത്? അക്കാലത്ത് ബൾഗേറിയയിലുള്ള ഒരു സംവിധാനങ്ങൾക്കും ആവണക്കിന്റെ കുരുവിൽ നിന്നും റൈസിൻ ഉണ്ടാക്കിയെടുക്കുവാനുള്ള കഴിവില്ല. അതിന്റെ അർത്ഥം അവർക്ക് മറ്റെവിടെയോ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ട്. അവിടെയാണ് KGB കടന്നു വരുന്നത്. സോവിയറ്റ് യൂണിയന്റെ KGB ലാബുകളിൽ അക്കാലത്ത് ആബ്രിനും അതുപോലെ റൈസിനും ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സീക്രട്ട് ഇന്റലിജൻസ് യൂണിറ്റിന് അറിയാവുന്നതുമാണ്. സോവിയറ്റ് ചാരസംഘടനയായ KGB ഇത്തരം ഓപ്പറേഷനുകൾ ചെയ്യുവാനായിട്ട് ബഹുമിടുക്കരാണ്. കോൾഡ് വാറിന്റെ സമയത്ത് ചെവി അറിയാതെ അനേകം ആളുകളെ അവർ വധിച്ചിരുന്നു. അതും ആർക്കും യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ. അവരുടെ ശത്രുക്കൾ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ട്രെയിനിലോ കാറിലോ ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്തോ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കും. ഒരു തെളിവും ഉണ്ടാകില്ല. പല കേസുകളും കാർഡിയാക് അറസ്റ്റ് എന്ന പേരിലാണ് രേഖപ്പെടുത്തിയത്. ചെവി അറിയാതെ കൊലപാതകം നടത്തുവാനായിട്ട് KGBയെ കഴിഞ്ഞിട്ടേ മറ്റ് സീക്രട്ട് സർവീസുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനായിട്ട് ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ പല ഉപകരണങ്ങളും അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. വോക്കിംഗ് സ്റ്റിക്ക്, കുട, ലെറ്റർ, പേന, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ഉപകരണങ്ങളും KGB പലരെയും കൊല്ലുവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നോക്കുക, ആയുധം ഒരു കാലം കുടയാണ്. ആർക്കും യാതൊരു സംശയവും തോന്നില്ല. ആ കുട കൊണ്ട് ചെറുതായിട്ടൊരു തട്ടുമതി. 48 മണിക്കൂറിന്റെ ഉള്ളിൽ അവരുടെ ശത്രു കൊല്ലപ്പെടും. മരണകാരണം ഹൃദയാഘാതം എന്ന് രേഖപ്പെടുത്തും. ഇതാണ് ഒരു കാലത്ത് ലോകത്തെ ഞെട്ടിച്ച KGB നടത്തിയ അംബ്രല്ല അസാസിനേഷൻ. ഞാൻ ഈ കഥ ഇവിടെ പറയുവാനായിട്ട് ഒരു കാരണമുണ്ട്. നമ്മുടെ പ്രധാന കഥയുമായിട്ട് ഈ കഥ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. മാർക്കോവിനെ KGB വധിച്ച വിധം ഇഞ്ചം പാക്കങ്കാരൻ സ്റ്റീഫനെ വല്ലാതെ ആകർഷിച്ചു. തന്റെ അളിയനും ഇപ്പോഴത്തെ ശത്രുവുമായ ജോൺ ഫിനോമിനെ ഇല്ലാതാക്കുവാൻ ഈ മാർഗം സ്വീകരിക്കുവാൻ അയാൾ തീരുമാനിച്ചു. അതിനായിട്ട് ഇന്റർനെറ്റിൽ അയാൾ ധാരാളം സെർച്ച് ചെയ്തു. ഒടുവിൽ കുറച്ച് കെമിക്കലുകൾ അയാൾ കണ്ടെത്തുകയാണ്. എന്നാൽ ആ കെമിക്കൽസ് ചെന്നൈയിൽ കിട്ടില്ല. അത് വാങ്ങുവാനായിട്ട് ബോംബെയിൽ പോകണം. ചെന്നൈയിൽ കിട്ടുമെങ്കിൽ പോലും അയാൾ അത് അവിടെ നിന്നും വാങ്ങുവാനായിട്ട് തയ്യാറായിരുന്നില്ല. അതാണ് സത്യം. 2015 ഒരു ദിവസം തന്റെ കാറുമെടുത്ത് അയാൾ ബോംബെയിലേക്ക് പുറപ്പെട്ടു. അവിടെ നിന്ന് 2 9mm പിസ്റ്റൾ വാങ്ങി. ഒരു കൗതുകത്തിന് പുറത്തായിരിക്കാം. പിന്നെ താൻ നെറ്റിൽ കണ്ടെത്തിയ കെമിക്കൽസ് വാങ്ങി. അത് കുറച്ചൊന്നും ആയിരുന്നില്ല. ഏകദേശം ഒരു ചെറിയ ചാക്ക് നിറച്ചുണ്ടായിരുന്നു. ഇനി വേണ്ടത് ആയുധമാണ്. KGB ഉപയോഗിച്ച അതേ ആയുധം. KGB എങ്ങനെയാണ് ആ കുട നിർമ്മിച്ചത്, അതിന്റെ ബ്ലൂ പ്രിന്റ് തുടങ്ങിയ സകല കാര്യങ്ങളും നെറ്റിലുണ്ട്. എന്നാൽ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. KGBയെ പോലെ ഒരു കാലം കുടയുടെ ഉള്ളിൽ തോക്ക് നിർമ്മിക്കുവാനുള്ള സാങ്കേതിക വിദ്യയൊന്നും സ്റ്റീഫനില്ല. അതിനു പകരം അയാൾ മറ്റൊരു മാർഗം കണ്ടെത്തി. കുടയുടെ അറ്റത്തുള്ള ആ മുട്ട് നീക്കം ചെയ്യുക, എന്നിട്ട് അല്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ അവിടെ ഒരു സിറിഞ്ച് സ്ഥാപിക്കുക. കുടയുടെ ഇങ്ങേ അറ്റത്ത്, അതായത് പിടിയോട് ചേർന്നുള്ള ഭാഗത്ത് ഞെക്കുമ്പോൾ സിറിഞ്ചിൽ നിറച്ചിട്ടുള്ള വിഷദ്രാവകം പമ്പ് ചെയ്യും. നിശ്ചയമായിട്ടും നമ്മൾ ഇവിടെ മറ്റൊരു കാര്യം നോട്ട് ചെയ്യേണ്ടതുണ്ട്. ടെക്നോളജി സംബന്ധമായിട്ടും ഇന്റർനെറ്റ് സംബന്ധമായിട്ടും ധാരാളം അറിവ് സ്റ്റീഫൻ ഉണ്ടെങ്കിലും ഇത്തരം മെക്കാനിക്കൽ വിദ്യ അയാൾക്ക് വശമില്ലായിരുന്നു. അങ്ങനെ ഒരു കുട നിർമ്മിക്കുവാനായിട്ട് അയാളെ ആരോ സഹായിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. നമ്മുടെ ജിയോ മച്ചാനെ പോലെ തലയുള്ള ഒരാൾ. എന്നാൽ അത് ആരാണെന്ന് ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. ആ ബുദ്ധിരാഷ്ട്രത്തിൽ നിന്നും കാണാമറിയത്താണ്. ബോംബെയിൽ നിന്നും കൊണ്ടുവന്ന കെമിക്കൽസ് എല്ലാം ചേർത്ത് സ്റ്റീഫൻ ഒരു വിഷക്കൂട്ടുണ്ടാക്കി.
ആ വിഷം ഒരു മനുഷ്യനെ കൊല്ലുവാനായിട്ട് പര്യാപ്തമാണോ എന്ന് ഇനി അറിയണം. അതിനായിട്ട് അയാൾ ഒരു കാര്യം ചെയ്തു. ഏതാനും എലികളിലും അതുപോലെ തെരുവ് പട്ടികളിലും ഈ വിഷം പരീക്ഷിച്ചു. പരീക്ഷണം വൻ വിജയമായിരുന്നു. അല്പസമയത്തിന്റെ ഉള്ളിൽ തെരുവ് പട്ടികളും എലികളും കൊല്ലപ്പെട്ടു. ഇന്നും പോലീസിന് സ്റ്റീഫൻ അന്ന് പ്രയോഗിച്ച വിഷദ്രാവകം ഏതാണെന്ന് മനസ്സിലായിട്ടില്ല. നെറ്റിലെല്ലാം നോക്കുമ്പോൾ കാണുന്നത് ഒരു പക്ഷേ സയനൈഡ് ആയിരിക്കാമെന്നാണ്. അതിലും ഉറപ്പില്ല. അങ്ങനെ എല്ലാം തയ്യാറായി. സിറിഞ്ച് ഘടിപ്പിച്ച കുടയും ആളെ കൊല്ലുവാനുള്ള വിഷദ്രാവകവും. തന്റെ കൂട്ടാളികളായിട്ട് രണ്ടുപേരെ സ്റ്റീഫൻ തെരഞ്ഞെടുത്തു. അയാളുടെ ജോലിക്കാരായ മുരുകാനന്ദും സതീഷുമായിരുന്നു അത്. 2015 ഏപ്രിൽ 19, അതായത് ജോൺ ഫിലോമിൻ കൊല്ലപ്പെട്ട ദിവസം. അന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിയ ജോൺ ഫിലോമിന്റെ പിന്നാലെ ഇവരും ഫോളോ ചെയ്തു. സതീഷാണ് ബൈക്ക് ഓടിച്ചത്. പിന്നിൽ ഹെൽമെറ്റും ധരിച്ച് സ്റ്റീഫൻ ഇരുന്നു. അയാളുടെ കൈവശം കാലന്റെ ആ കുടയുമുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്കിടയ്ക്ക് ജോണിന്റെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യുവാനായിട്ട് ഒരു ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഒടുവിൽ സ്പെൻസർ പ്ലാസയിലെ ആ ട്രാഫിക്കിൽ വെച്ചാണ് ആ ദൗത്യം അവർക്ക് പൂർത്തിയാക്കുവാനായിട്ട് കഴിഞ്ഞത്. ഈ കൊലയ്ക്ക് ശേഷം ഒന്നും അറിയാത്ത ഭാവത്തിൽ സ്റ്റീഫൻ വീട്ടിലെത്തി. വൈകാതെ ജോണിന്റെ മരണ വാർത്ത അവിടെ എത്തുകയാണ്. ഉടൻ തന്നെ ഭാര്യയും കൂട്ടി അയാൾ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. ആശുപത്രിയിൽ വെച്ച് സ്റ്റീഫൻ നന്നായിട്ട് അഭിനയിച്ചു. എല്ലാവരുടെയും മുൻപിൽ വെച്ച് വലിയ കരച്ചിലും നിലവിളിയുമായിരുന്നു. അവസാനം ജോണിന്റെ ജഡം ഏറ്റുവാങ്ങി സംസ്കരിച്ചു. ഇതായിരുന്നു അവന്റെ ആദ്യത്തെ കൊല. സ്റ്റീഫന്റെ കാലം കൊടയുടെ രണ്ടാമത്തെ ഇര ഉദരമേരൂർ എന്ന സ്ഥലത്ത് താമസിക്കുന്ന ശ്രീധർ എന്ന ആളായിരുന്നു. തന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം അത്ര ശരിയാകാത്തതുകൊണ്ട് സ്റ്റീഫൻ ഇതിനോടകം മറ്റൊരു അഫയർ കണ്ടെത്തിയിരുന്നു. അത് ശ്രീധറിന്റെ ഭാര്യയായിരുന്നു. വൈകാതെ ഈ കാര്യം ശ്രീധർ അറിയുകയും ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കുകയും ചെയ്തു. മാത്രവുമല്ല, ശ്രീധർ സ്റ്റീഫന് ഇങ്ങനെ ഒരു വാണിംഗും കൊടുത്തു. തന്റെ ഭാര്യയുമായിട്ടുള്ള എല്ലാ ഇടപാടും ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോണം. ഇനി അത് തുടർന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിരന്തരം അവരുടെ വീട്ടിൽ കലഹം പതിവായി. അതോടെ സ്റ്റീഫൻ ഒരു കാര്യം ഉറപ്പിച്ചു. ജോണിനെ ഇല്ലാതാക്കിയതുപോലെ ശ്രീധറിനെയും ഇല്ലാതാക്കുക. ശ്രീധറിനെ ഇല്ലാതാക്കുവാനായിട്ട് ഇത്തവണയും സ്റ്റീഫൻ ആനന്ദിന്റെയും അതുപോലെ സതീഷിന്റെ സഹായമാണ് തേടിയത്. എന്നാൽ അവർക്ക് ഇത്തവണ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. കാരണം ആദ്യം ജോണിനെ കൊലപ്പെടുത്തുവാനായിട്ട് കൂട്ടുനിന്നവരാണിവർ. അതൊരു കൊലപാതകമാണ്. പിടിക്കപ്പെട്ടാൽ തങ്ങളും കുടുങ്ങും. അതുകൊണ്ട് മാന്യമായിട്ടുള്ളൊരു പ്രതിഫലം ഇവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സ്റ്റീഫൻ കൊടുത്തതാകട്ടെ വളരെ കുറച്ച് പണമായിരുന്നു. തലയൊന്നിന് 10,000 രൂപ വെച്ച്. ബോംബെയിൽ പോയിട്ട് വന്നതിനും അവിടെ നിന്ന് 2 റിവോൾവർ വാങ്ങിയതിനും അതുപോലെ കെമിക്കലുകൾ വാങ്ങിയതിനുമായിട്ട് അക്കാലത്ത് സ്റ്റീഫൻ 16 ലക്ഷം രൂപ മുടക്കിയിരുന്നു. ഇതിരുവർക്കും അറിയാം. ഇത്രയൊക്കെ പണം ഈ കാര്യത്തിനു വേണ്ടി മുടക്കിയ സ്റ്റീഫൻ തങ്ങൾക്ക് ആളാമിതം ലക്ഷങ്ങൾ വെച്ച് തരുമെന്നാണ് ഇരുവരും വിചാരിച്ചത്. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. എന്നാൽ ഈ കാര്യം പുറത്ത് മറ്റാരോടും പറയുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആനന്ദിനും സതീഷും. എങ്ങനെയാണ് ഇവർ പറയുക? ഏതെങ്കിലും ഒരു കൂട്ടുകാരോട്, എടാവേ ഞങ്ങൾ ഒരാളെ കൊല ചെയ്യുവാനായിട്ട് കൂട്ടുനിന്നു, പക്ഷെ ഞങ്ങൾ വിചാരിച്ച പണം കിട്ടിയില്ല എന്ന് പറയുമോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം പിടിവീഴും. ഇവരും നിസ്സഹായരാണെന്ന് സ്റ്റീഫൻ അറിയാം. അതുകൊണ്ടാണ് അവിടെ അയാൾ പിശുക്കിയത്. ഇനി സ്റ്റീഫൻ എന്തു പറഞ്ഞാലും അത് കേൾക്കാതിരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലുമായി ഇവർ. കാരണം വലിയൊരു കുറ്റകൃത്യത്തിലെ പങ്കാളികളാണ് ഇരുവരും. അങ്ങനെ ആ ദിവസം തീരുമാനിക്കപ്പെട്ടു. ശ്രീധറിനെ കൊലപ്പെടുത്തുന്ന ദിവസം. 2015 മെയ് 17 ഉദരമേരൂറുള്ള തന്റെ വീട്ടിലേക്ക് ശ്രീധർ പോവുകയായിരുന്നു. തൊട്ടു പിന്നാലെ ബൈക്കിൽ സതീഷും സ്റ്റീഫനുമുണ്ട്. ആ പോകുന്ന വഴിയിൽ വളരെ സമർത്ഥമായിട്ട് ശ്രീധറിന്റെ പിന്നിലായിട്ട് കുടകൊണ്ട് ഇഞ്ചക്ഷൻ കൊടുക്കുവാനായിട്ട് ഇരുവർക്ക് സാധിച്ചു. അയാൾക്കും യാതൊരു സംശയവും തോന്നിയില്ല. എന്തോ പ്രാണി കടിച്ചതായിരിക്കുമെന്നാണ് വിചാരിച്ചത്. വീട്ടിലെത്തി പതിവുള്ളതുപോലെ ആഹാരവും കഴിച്ച് ഉച്ചയ്ക്കൊന്നും മയങ്ങുവാനായിട്ട് കിടന്നു. ആ മയക്കത്തിൽ നിന്ന് ശ്രീധർ പിന്നെ ഉണർന്നിട്ടില്ല. കുറച്ചു കഴിഞ്ഞ് വീട്ടുകാർ വന്ന് നോക്കുമ്പോൾ കാണുന്നത് അയാൾ മരിച്ചു കിടക്കുന്നതാണ്. പോസ്റ്റ്മോർട്ടത്തിൽ കാർഡിയാക് അറസ്റ്റ് എന്ന് സ്ഥിരീകരിച്ചു. ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. ശ്രീധറിന്റെ ഭാര്യയ്ക്ക് ഒരു അനുജത്തിയുണ്ട്. അവളുടെ പേര് അമല എന്നാണ്. അമല വിവാഹിതയാണ്. ഭർത്താവിന്റെ പേര് ഹെൻറി. ഇടയ്ക്കിടയ്ക്ക് തന്റെ ചേച്ചിയെ സന്ദർശിക്കുവാനായിട്ട് അമല ശ്രീധറിന്റെ വീട്ടിലെത്താറുണ്ട്. അവിടെ വെച്ച് സ്റ്റീഫനെ പരിചയപ്പെട്ടു. ആ പരിചയം ക്രമേണ മറ്റൊരു വഴിവിട്ട ബന്ധത്തിലേക്ക് നയിച്ചു. ഇപ്പോൾ ഒരേ സമയത്ത് ചേച്ചിയെയും അനുജത്തിയെയും വെപ്പാട്ടിമാരായിട്ട് വെച്ചുകൊണ്ടിരിക്കുവാണ് സ്റ്റീഫൻ. വൈകാതെ തന്റെ ഭാര്യയ്ക്ക് സ്റ്റീഫനുമായിട്ട് ബന്ധമുണ്ടെന്ന് ഹെൻറി കണ്ടെത്തി. ശ്രീധറിന്റെ വീട്ടിൽ എന്തു നടന്നോ അതുതന്നെയാണ് പിന്നെ അവരുടെ വീട്ടിൽ നടന്നത്. അമലയും ഹെൻറിയും തമ്മിൽ വീട്ടിൽ സദാസമയവും വഴക്കായി. കൂടാതെ ഒരു ദിവസം ഹെൻറി സ്റ്റീഫനെ സമീപിച്ച് വലിയ വഴക്കുണ്ടാക്കി. നിന്നെ ഞാൻ കൊലപ്പെടുത്തുമെന്ന് വരെ സ്റ്റീഫൻ അയാൾ ഭീഷണിപ്പെടുത്തി. ആരോടാണ്? ചെവി അറിയാതെ 2 കൊലകൾ ചെയ്ത ആളോട്. അതോടെ ഹെൻറിയെയും ഇല്ലാതാക്കുവാനായിട്ട് സ്റ്റീഫൻ തീരുമാനിച്ചു. എന്നാൽ മറ്റുള്ള കൊലകൾ പോലെ ആയിരുന്നില്ല ഇത്. സ്റ്റീഫൻ ഹെൻറിയെ കൊലപ്പെടുത്തുമെന്ന് അമലയ്ക്ക് വ്യക്തമായിട്ടും അറിയാമായിരുന്നു. അവൾ അതിന് സപ്പോർട്ടും ചെയ്തു. ചെന്നൈയിലെ മടിപ്പാക്കത്താണ് ഹെൻറിയുടെയും അമലയുടെയും താമസം. 2015 ഒക്ടോബർ 10 കൊലപാതകം നടത്തുവാനായിട്ട് സ്റ്റീഫനും കൂട്ടരും പുറപ്പെട്ടു. അവർ എത്തുന്ന സമയത്ത് ഹെൻറിയുടെ വീട്ടിൽ ആരുമില്ലായിരുന്നു. വാതിൽ അടച്ച നിലയിലായിരുന്നെങ്കിലും ഉള്ളിൽ നിന്നും കുറ്റിയിട്ടിരുന്നില്ല. ഒരു മുറിക്കുള്ളിൽ കിടന്ന് ഹെൻറി ഉറങ്ങുന്നുണ്ട്. ആ മുറിയുടെ ജനാലയാകട്ടെ തുറന്നു കിടക്കുന്നു.
ഒരു പക്ഷേ അമലയായിരിക്കാം ഇതെല്ലാം ചെയ്തു വെച്ചത്. ആ ജനൽ വഴി ഉള്ളിലേക്ക് കുട നീട്ടി സ്റ്റീഫൻ ഹെൻറിയുടെ ദേഹത്ത് വിഷദ്രാവകം കുത്തിവെച്ചു. 10 നിമിഷത്തിനുള്ളിൽ അയാൾ അബോധാവസ്ഥയിലായി. ഇത്തവണ സ്റ്റീഫൻ വലിയൊരു മണ്ടത്തരം കാണിച്ചു. അയാൾ നേരെ വാതിൽ തുറന്ന് ഉള്ളിൽ കയറി. എന്നിട്ടൊരു വയറെടുത്ത് മുറിച്ച് അതിന്റെ ഒരറ്റം സോക്കറ്റിൽ കയറ്റി മറ്റേ അറ്റം ഹെൻറിയുടെ കയ്യിൽ പിടിപ്പിച്ചു. ഷോക്കടിച്ചുള്ള ഒരു ആത്മഹത്യ എന്ന് വരുത്തി തീർക്കുവാനായിരുന്നു അയാൾ അങ്ങനെ ചെയ്തത്. എന്നാൽ ഇതിനിടയിൽ സ്റ്റീഫൻ ഒരു കാര്യം വിട്ടുപോയി. സ്വിച്ച് ബോർഡിലെ സ്വിച്ച് അയാൾ അമർത്തിയില്ല. പരിഭ്രമം മൂലം വേഗം അവിടെ നിന്നും പോവുകയാണ് ചെയ്തത്. ഹെൻറിയുടെ അമ്മയുടെ പേര് ആരോഗ്യമെന്നാണ്. 73 വയസ്സുണ്ട് അവർക്ക്. മടിപ്പാക്കത്തിനടുത്തായിട്ട് ഉള്ളക്കരം എന്നു പേരുള്ള മറ്റൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഹെൻറിയുടെ അമ്മയുടെ താമസം. അന്നേ ദിവസം മകനെ കാണുവാനായിട്ട് അവർ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. മകൻ മരിച്ചു കിടക്കുന്നു. ഉടൻ തന്നെ നിലവിളിച്ച ആളെ കൂട്ടി. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇതിനോടകം മരണം സംഭവിച്ചിരുന്നു. പ്രഥമ ദൃഷ്ട്യാ പോലീസിന് ഒരു കാര്യം വ്യക്തമായിരുന്നു. ഇതൊരു സാധാരണ മരണമല്ല. ഇതിന് പിന്നിലായിട്ട് എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുവാനായിട്ട് ആരോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഡോക്ടർമാർ പറയുന്നത് ഇത് കാർഡിയാക് അറസ്റ്റ് ആണെന്നാണ്. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചയാൾ എന്തിനാണ് വയർ കയ്യിൽ പിടിച്ചിരിക്കുന്നത്? അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇത്തരം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും പോലീസ് കൂടുതലായിട്ട് ഇതിന്റെ പിന്നാലെ പോയില്ല. അവർക്ക് അന്വേഷിക്കുവാനായിട്ട് ധാരാളം കേസുകളുണ്ട്. ഡോക്ടർമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് അവർ ക്ലോസ് ചെയ്തു. എന്നാൽ അവിടെ മുതലാണ് ഈ കേസ് ആരംഭിക്കുന്നതും. ഈ 3 കൊലപാതകത്തിന് സഹായം ചെയ്തു കൊടുത്തതിന് സതീഷിനും ആനന്ദിനും സ്റ്റീഫൻ നിസ്സാരം പൈസയാണ് കൊടുത്തത്. ഏറിപ്പോയാൽ ഒരാൾക്ക് 30,000-ഓ 40,000-ഓ കിട്ടിക്കാണും. തങ്ങൾക്ക് ഇതിലും കൂടുതൽ പണം കിട്ടുവാനായിട്ട് അർഹതയുണ്ടെന്ന് ഇരുവർക്കും തോന്നി. കാരണം ചെറിയ കാര്യമല്ല ചെയ്തത്. അതുകൊണ്ട് ഏതു വിധേനയും തങ്ങൾക്ക് അവകാശപ്പെട്ട പണം സ്റ്റീഫനിൽ നിന്നും നേടിയെടുക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെയാണ് സ്റ്റീഫനും ഭാര്യയും ഒരാവശ്യത്തിനു വേണ്ടിയിട്ട് സ്വന്തം നാട്ടിലേക്ക് പോയത്. ഇതാണ് പറ്റിയ അവസരമെന്ന് സതീഷും ആനന്ദും മനസ്സിലാക്കി. ഇരുവരും ചേർന്ന് അവരുടെ സുഹൃത്തായ ആർ ബാലാജി എന്നയാളെ വിളിച്ചു. പിന്നെ മൂവരും ചേർന്ന് ഒരു രാത്രിയിൽ സ്റ്റീഫന്റെ വീട് തുറന്നകത്ത് കയറി. എന്നിട്ട് അവിടെ നിന്നും 20 പവൻ സ്വർണവും കുറച്ച് പണവും മോഷ്ടിച്ചു. അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളെല്ലാം വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ്. പോലീസ് CCTV ട്രേസ് ചെയ്ത് മോഷ്ടാക്കളെ പിടികൂടി. തൊട്ടു പിന്നാലെ ആനന്ദ് സതീഷും ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുകയും ചെയ്തു. സ്റ്റീഫൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് പോലീസിനോട് പറഞ്ഞ നുണയായിരുന്നു. അയാളുടെ വീട്ടിൽ നിന്നും സത്യത്തിൽ കളവ് പോയത് 20 പവൻ സ്വർണമാണ്. പക്ഷേ പോലീസിന് കൊടുത്ത പരാതിയിൽ കാണിച്ചതാകട്ടെ 120 പവൻ സ്വർണമെന്നും. സ്റ്റീഫൻ വിചാരിച്ചത് ഇങ്ങനെയാണ്: 20 പവൻ സ്വർണം പോയെന്ന് കാണിച്ച് പരാതി കൊടുത്തുവെന്നിരിക്കട്ടെ, പോലീസ് കുറ്റവാളികളെ കണ്ടെത്തി അവരിൽ നിന്നും ആ 20 പവൻ റിക്കവർ ചെയ്താലും തനിക്കത് മുഴുവനും കിട്ടില്ല. ഏറിപ്പോയാൽ 5-8 പവൻ കിട്ടും. ബാക്കി മൊത്തം പോലീസുകാർ വീതം വെച്ചെടുക്കും. എന്നാൽ പരാതിയിൽ 120 പവനെന്ന് കാണിച്ചാൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കും. കുറ്റവാളികൾ പിടിക്കപ്പെട്ടാൽ അവരിൽ നിന്നും വീണ്ടെടുത്ത 20 പവൻ അതുപോലെ തന്നെ തനിക്ക് തിരിച്ചു കിട്ടും. ബാക്കിയുള്ള 100 പവൻ കിട്ടുവാനായിട്ട് പോലീസ് അന്വേഷണവുമായിട്ട് മുൻപോട്ട് പോകും. ഇതായിരുന്നു അയാൾ ആ സമയത്ത് വിചാരിച്ചത്. അതുകൊണ്ടാണ് പരാതിയിൽ 120 പവൻ എന്ന് കാണിച്ചത്. പക്ഷെ അവസാനം അത് അയാൾക്ക് തന്നെ വിനയായിട്ട് മാറി. താൻ പിടിക്കപ്പെടുമെന്ന് സംശയം തോന്നിയ സ്റ്റീഫൻ അടുത്തതായിട്ട് ചെയ്തത് ഇതാണ്: അയാൾ നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ വീട്ടിലുണ്ടായിരുന്ന കെമിക്കലുകളെല്ലാം എടുത്തുകൊണ്ട് സമീപത്തുള്ള ഒരു പാർക്കിൽ കൊണ്ടുപോയിട്ട് തൂളിക്കളഞ്ഞു. വീട്ടിൽ നിന്നും കെമിക്കലുകൾ മാറ്റുവാനായിട്ട് കഴിഞ്ഞെങ്കിലും ഒരു കാര്യം ഈ തിരക്കിന്റെ ഇടയിൽ അയാൾ വിട്ടുപോയിരുന്നു. ബോംബെയിൽ നിന്നും അയാൾ വാങ്ങിയ ആ 2 9mm പിസ്റ്റളുകൾ. തൊട്ടു പിന്നാലെ സ്റ്റീഫന്റെ വീട്ടിലെത്തിയ പോലീസ് അന്വേഷണത്തിൽ ഇത് കണ്ടെത്തുകയും ചെയ്തു. തുടർന്നുള്ള വിചാരണയിൽ സ്റ്റീഫൻ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി. പോലീസ് വേഗം ആ പാർക്കിലെത്തി അയാൾ വിതറിക്കളഞ്ഞ കെമിക്കൽസിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. ഇപ്പോൾ ഈ കേസിൽ മൊത്തം 4 പ്രതികളാണുള്ളത്: സ്റ്റീഫൻ, ഹെൻറിയുടെ ഭാര്യയായ അമല, ആനന്ദ്, പിന്നെ സതീഷും. ഇവരുടെ കൂട്ടുകാരനായ ബാലാജി ഈ മോഷണത്തിൽ മാത്രമാണ് പങ്കെടുത്തത്. കൊലപാതകവുമായിട്ട് അയാൾക്ക് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അയാളിൽ മോഷണ കുറ്റം മാത്രമാണ് ചാർത്തിയത്. സ്റ്റീഫൻ സ്വമേധയാ കുറ്റം സമ്മതിച്ചെങ്കിലും അയാൾക്കെതിരായിട്ട് സാക്ഷി മൊഴികൾ ഉണ്ടെങ്കിലും കോടതിക്ക് വേണ്ടത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളാണ്. അത് കണ്ടെത്തണമെങ്കിൽ മരിച്ചുപോയവരെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണം. എന്നിട്ട് പാർക്കിൽ നിന്നും വീണ്ടെടുത്ത കെമിക്കൽസിന്റെ സാമ്പിളുകൾ അവരുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അതിനു വേണ്ടിയിട്ട് കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് പോലീസ് സംഘടിപ്പിച്ചു. എന്നിട്ട് തഹസീൽദാരുടെയും മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ഈ ജഡങ്ങൾ പുറത്തെടുത്തു. വിശദമായിട്ടുള്ള മെഡിക്കൽ പരിശോധനയിൽ പാർക്കിൽ നിന്നും കണ്ടെടുത്ത കെമിക്കൽസിന്റെ സാമ്പിളുകൾ 3 പേരുടെ ശരീരത്തിലുണ്ടെന്ന് തെളിഞ്ഞു. കേസിന്റെ അന്വേഷണവും വിചാരണയും മുൻപോട്ട് പോകുന്നതിനിടയിൽ മറ്റൊരു കാര്യം സംഭവിച്ചു. 2018 സ്റ്റീഫന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയതിന്റെ തൊട്ടു പിന്നാലെ അയാൾ മുങ്ങി. എത്രയൊക്കെ വലവീശി അന്വേഷിച്ചിട്ടും പോലീസിന് സ്റ്റീഫനെ കണ്ടെത്തുവാനായില്ല. അവരുടെ അന്വേഷണത്തിൽ മനസ്സിലായ കാര്യം ഇതാണ്: ചെന്നൈയിലെ ഈറോഡ് സൈഡിൽ എവിടെയോ സ്റ്റീഫൻ ഒളിച്ചു താമസിക്കുന്നുണ്ട്. ആ ഭാഗത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയുമായിട്ട് ഇയാൾക്കൊരു അഫയറുണ്ട്. നീലാങ്കരി പോലീസ് സ്റ്റീഫനെ ഇപ്പോഴും അന്വേഷിക്കുന്നു, പക്ഷെ കണ്ടു കിട്ടിയിട്ടില്ല.
ഈ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പ്രധാന പ്രതിയെ പിടികൂടിയാൽ മാത്രമാണ് ഈ കേസ് അവസാനിപ്പിക്കുവാനായിട്ട് കഴിയൂ. ഇതാണ് ഒരു കാലത്ത് ചെന്നൈയെ നടുക്കിയ അംബ്രല്ല മർഡർ കേസ്. ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ക്രൈം ചെയ്യുവാനായിട്ട് സിനിമകളും അതുപോലെ ഹിസ്റ്ററിയും മനുഷ്യനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കേസ്. വർഷങ്ങൾക്ക് മുൻപ് KGB നടത്തിയ ഒരു സീക്രട്ട് അസാസിനേഷൻ, അതിനെ അതുപോലെ തന്നെ കോപ്പി അടിച്ച് നടത്തിയ മറ്റൊരു മർഡർ സീരീസ്, അതാണ് ഈ കേസ്. അധികം താമസിയാതെ പോലീസ് സ്റ്റീഫനെ പിടികൂടുമെന്നും ഈ കേസ് അവസാനിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ്. മറ്റൊരു രസകരമായിട്ടുള്ള കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.